നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നില്ല, ഞാൻ വെറുതെ. എവിടെയായിരുന്നടാ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വിശക്കുന്നുണ്ടാവില്ലേ നിനക്ക്? കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ? എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു തന്നു കഞ്ചാവ്. 2 പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ലാൻ. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനി നിർത്തിയില്ലേ? വരും, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്കുക. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ? എന്താ അവിടെ? ഞാൻ ആടിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വന്നു. ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വയ്ക്കോലിട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വയ്ക്കോല് കൊടുക്കുന്നത്. അല്ല, ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മാവൻ വിളിക്കണ്ട്, വേഗം അങ്ങോട്ട് ചെന്നേ. നിന്നെ ചേച്ചി എവിടെ അന്വേഷിക്കുന്നത്? നീ അങ്ങോട്ട് ചെല്ല്. കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ല. ഞാൻ ഇവിടെ കിടക്കാൻ അത് കൊള്ളൂലല്ലോ. എന്തോട് ബഹളം? ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ? ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോലിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവ സമ്മതിക്കുന്നില്ല. വയ്ക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം, അത് ഞാൻ ചെയ്തോളാം. അവകാശമൊക്കെ പോട്ടെ, വക്കോല് ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. വേണ്ട ചേട്ടാ, വിടാനല്ലേ പറഞ്ഞു. വിടാൻ ചതിച്ചല്ലോ ഈശ്വര. ഇതാണ് വയ്ക്കോലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഓയല്ലോ ഈശ്വര. എന്റെ ഭഗവതി, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മൂട്ടിയമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ? അവരെല്ലാം ഇവിടുന്ന് പോകാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അവരൊക്കെ പോയില്ലോ. വാ വാ, എനിക്ക് എന്നെ തട്ടിയിടല്ലേ. ഏട്ടൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ? അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതെനിക്ക് കിട്ടണം. തരാനുള്ള കാശിന് 25 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നടന്നെടുത്തിരിക്കും. അവന്റെ കൂടുതലൊന്നും പറയണ്ട. ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ ഒന്ന് സഹായിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേസിൽ സ്വന്തമാക്കിയത് പോരല്ലേ? എന്ത് ചേട്ടാ, എന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിട്ടോ. കാര്യം പറയുമ്പോ മുന്തി വിട്. ഇത് എവിടുത്തെ മര്യാദ? ഞാൻ പോവാ. തന്നെ കഴിഞ്ഞ് ശരിയാക്കിയാലോ? പോകുന്നോ പോട്ടെ, രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. അമ്മാവൻ ഇത്തവണ കൂടി ക്ഷമിക്ക്. ബാങ്ക് ലോൺ ശരിയായാലും ഉടൻ കാശ് തിരിച്ചു തന്നേക്കാം. ഇനി വരുന്നത് ഞാൻ പോലീസിനെ കൂട്ടിയായിരിക്കും. ആ കുറച്ചു ദിവസം കൂടെ നിനക്കിവിടെ നിന്നൂടെയാ പുണ്യേ? മടുത്തു, മതിയായി. അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം. ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത്. വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും മുണ്ടും തള്ളും. മതിയായി. എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിക്കാൻ നീ അമ്മയ്ക്കും കൈക്കൂലി കൊടുക്കണോ? കേരളത്തിലല്ലേ ജീവിക്കണേ. അയ്യോ, എന്റെ പോക്കറ്റ് അടിച്ചേ. വണ്ടി നിർത്ത്. ഈശ്വര, അപ്പൊ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ്. ആരും ബഹളം വയ്ക്കണ്ട, ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം.
പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു PSC ടെസ്റ്റ് ഉള്ളതാ, സമയമായി. പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്ററിങ് കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ, നമുക്ക് തന്നെ തപ്പാം. വാ വാ വാ, അല്ലാതെ പറഞ്ഞ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ. ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം. എന്നെന്താ ചെക്ക് ചെയ്യുന്നത്? അതേ കുന്തം പോയ കുടത്തിനും തപ്പണമെന്നാ. മാറിയുന്നേ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്? പോലീസ് മാത്രമല്ല, മനുഷ്യനെ വിചാരിച്ചാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാ. പിന്നെ എടുത്തിട്ടില്ല എന്തിനാ പഠിക്കുന്നത്? ഞാൻ ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ കള്ളനല്ല, ഞാൻ പോക്കറ്റ് അടിക്കാരനല്ല. സത്യമായിട്ടും എനിക്ക് ടെസ്റ്റ് ഉള്ളതാ. എന്നെക്കൂട്ടം പിരിഞ്ഞു പോണേ പ്ലീസ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണേ. അയ്യോ അയ്യോ വരണ്ടേ. അയ്യോ ആരെങ്കിലും എത്തിക്കാൻ പോകണ്ടേ. അയ്യോ കാര്യം പറഞ്ഞിട്ട് അതെ. അയ്യോ പറഞ്ഞു അത്രയ്ക്ക് ദാഹമുള്ളതുകൊണ്ടാ. ഒരു ചായ 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ. മോനെ, എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശ് ഞാൻ പിന്നെ തരാം. എപ്പോ പിന്നെ? എന്റെ അഭിമാനത്തിൽ ഇപ്പോ തരണം. ഞാൻ പിന്നെ തരാം. പിന്നെ എന്തിനാ ഈ കാര്യം വിടൂല, ഇന്ന് വിടൂല. അവിടെ നിന്നേ, അവിടെ നിന്ന് എനിക്ക് പൈസ കുറച്ചു തരാ. എടാ പൈസ കുറച്ചു തരാം. അവിടെ നിന്നടാ, അവിടെ നിൽക്കേ. ഈ ദിശയിൽ നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ. ആടാ നിന്നെ വിടൂലടാ. ഗോപിയേ, നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കട ഒന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുമായിരുന്നു. വരട്ടെ. പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. ആയിക്കോട്ടെ. ഇത് വെച്ചോ. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട, പൈസ വേണ്ട, പൈസ വേണ്ട. തരാം. ഗോപി പാല് ചേട്ടാ, എല്ലാം പരിഹരിക്കാം. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ